ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. ഭിന്നശേഷി നിയമനത്തിലെ സങ്കീർണതകൾക്ക് അവസാനമാകുകയാണ്. സർക്കാരിന് ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് സീനിയർ അഭിഭാഷകർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സമർപ്പിച്ച 442 അധ്യാപകരുടെ റെഗുലറൈസേഷൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനം വരെ നിർത്തിവെക്കേണ്ടതാണെന്നും നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. കാരണം അവർ സംസ്ഥാന സർക്കാരിൻ്റെ റെഗുലറൈസേഷൻ നിർദ്ദേശത്തെ എതിർത്തിരുന്നു. സുപ്രീം കോടതിയുടെ അനുമതിയില്ലാതെ ഈ അധ്യാപകരെ റെഗുലറൈസ് ചെയ്യുന്നത് കോടതി ലക്ഷ്യത്തിന് തുല്യമായിരിക്കും. ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുകയാണ്. ഇതിൻ്റെ ആനുകൂല്യം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ 20,000-ഓളം അധ്യാപകർക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത്. അവരുടെ നിയമന തീയതി മുതൽ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ ഉറപ്പാക്കുന്നതാണ്. നിയമനാംഗീകാരം പ്രപ്പോസലുകൾ 2 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിലെ ഉത്തരവ് ഇതാണ്. മേലിൽ വിവരിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്കായുള്ള ജില്ലാതല സമിതികൾ മുഖേനയുള്ള നിയമന നടപടികൾ ദ്രുതഗതിയിൽ നടന്നു വരുന്ന സാഹചര്യത്തിലും ഇത് സംബന്ധിച്ച നടപടി റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള സാഹചര്യത്തിലും ഭിന്നശേഷി നിയമന വ്യവസ്ഥകൾ ചട്ടപ്രകാരം പാലിക്കുന്ന മാനേജ്മെൻറ്റുകളിൽ നിരവധി വർഷങ്ങളായി താൽക്കാലികമായി തുടരുന്ന അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ ക്രമീകരിക്കേണ്ടത് മാനുഷിക പരിഗണന അർഹിക്കുന്ന വിഷയമായതിനാലും പരാമർശം 13 അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷി സംവരണ നിയമവുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി തുടരുന്ന എയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് റെഗുലർ നിയമനം നൽകുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഹർജികളിൽ അന്തിമ വിധിക്ക് വിധേയമായി താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. എയ്ഡഡ് സ്കൂളുകളിൽ നിലവിലുള്ള സർക്കാർ നിർദ്ദേശപ്രകാരം ഭിന്നശേഷി നിയമനത്തിനായി വ്യവസ്ഥാപിതമായ തസ്തികകൾ മാറ്റിവച്ചിട്ടുള്ള മാനേജ്മെൻറ്റുകളിൽ ഭിന്നശേഷി സംവരണ നിയമനവുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി പ്രൊഫഷണലായി ശമ്പള സ്കെയിൽ ദിവസവേതനം ജോലി ചെയ്യുന്ന ജീവനക്കാരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന സ്പെഷ്യൽ ലീവ് പെറ്റീഷനുകളുടെ അന്തിമ വിധിക്ക് വിധേയമായി ശമ്പള സ്കെയിലിൽ ക്രമീകരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകുന്നു. ഭിന്നശേഷി നിയമനത്തിനായി ആവശ്യമായ തസ്തികകൾ നീക്കിവച്ചിട്ടുള്ള എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് കൂടി NSSന് ലഭിച്ച വിധിന്യായത്തിൻ്റെ ആനുകൂല്യം ബാധകമാക്കുന്നതിനും അനുമതി തേടുന്നതിനായി സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്തുവെങ്കിലും SLP അനുബന്ധ കേസുകളിൽ ഹർജിക്കാരായ 442 അധ്യാപകരെ നിലവിൽ റെഗുലറൈസ് ചെയ്യുന്നത് കോടതി ലക്ഷ്യത്തിന് തുല്യമായിരിക്കുമെന്ന് നിയമോപദേശം കണക്കിലെടുത്തും അവരുടെ നിയമന ക്രമീകരണ നടപടികൾ മേൽ ഹർജിയിൽ അന്തിമ വിധി വന്നതിന് ശേഷം അതനുസരിച്ചുള്ള നടപടികൾ ഭിന്നശേഷിക്കാരെ നിയമിക്കുന്നതിനായി മാറ്റിവച്ചിട്ടുള്ള തസ്തികകളിൽ അവരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ കോടതി വിധി പാലിച്ചുകൊണ്ട് മാനേജ്മെൻറ്റ് സ്വീകരിക്കേണ്ടതാണ്. ഭാവിയിൽ മാനേജ്മെൻറ്റ് നടത്തുന്ന എല്ലാ നിയമനങ്ങൾക്കും മേൽ സുപ്രീം കോടതി വിധി ബാധകമായിരിക്കും. ഭിന്നശേഷി നിയമനത്തിനായി ഇനിയും തസ്തികകൾ വിട്ടു നൽകാത്ത മാനേജർമാർ അടിയന്തരമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി തസ്തികകൾ വിട്ടു നൽകേണ്ടതാണ് എന്ന് കർശന നിർദ്ദേശം നൽകുന്നു. എയ്ഡഡ് സ്കൂളിൽ യോഗ്യതയുള്ള ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുത്ത് നിയമിക്കുന്നതിനായി പകരം 10-11 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ജില്ലാതല സമിതികളുടെ 2ാം ഘട്ട പ്രവർത്തനം അടിയന്തര അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുന്നതിനുള്ള കർശന നിർദ്ദേശം നൽകുന്നു. മുൻഗണനയായിട്ട് എയിൽ പറഞ്ഞിട്ടുള്ള നിയമനാംഗീകാരം പ്രപ്പോസലുകൾ തീർപ്പാക്കുന്നതിനും ചുവടെ ചേർക്കുന്ന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഓരോ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്നിവരുടെ കീഴിലുള്ള സ്കൂളുകളുടെ നിയമനാംഗീകാരം പ്രപ്പോസലുകൾ സർക്കാരും വകുപ്പും പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകളുടെ മാർഗനിർദ്ദേശങ്ങളും അടിസ്ഥാനത്തിൽ പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. 4/3/2026 അതിനുശേഷവും തീർപ്പാക്കാത്ത കേസുകൾ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ നേതൃത്വത്തിൽ അദാലത്തുകൾ നടത്തി 1 ആഴ്ചയ്ക്കകം തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. 12/3/2026 പിന്നെയും അവശേഷിക്കുന്ന കേസുകളുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ അദാലത്ത് സംഘടിപ്പിച്ച് 1 ആഴ്ചയ്ക്കകം തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. അതിലും പരിഹാരം കാണാത്ത കേസുകളുണ്ടെങ്കിൽ ആയത് സർക്കാർ റിപ്പോർട്ട് ചെയ്യേണ്ടതും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി തലത്തിൽ പരിശോധിച്ച് 1 ആഴ്ചയ്ക്കകം തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്.